അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബികൾക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, വഹാബി പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് ഇന്നേ വരെ അവർ പറയുന്ന ആശയമനുസരിച്ച് അവർക്ക് പോലും ജീവിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏത് വിഷയത്തിലായാലും അങ്ങനെ തന്നെയാണ്. ആരുടെ മുഖത്ത് നോക്കിയാണ് വക്കം മൗലവിയും കെ മൗലവിയും ഒക്കെ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയതെന്ന് 2013 ശേഷമുള്ള പുതിയ തൗഹീദ് അനുസരിച്ചൊന്ന് പരിശോധിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും. പുതിയ തൗഹീദ് അനുസരിച്ച് പരിശോധിച്ചു നോക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്, സിഹിർ നോമനെ പേരിട്ടുകൊണ്ട് ദേവീദേവന്മാരെ പൂജിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ്. ആ തൗഹീദ് അനുസരിച്ച് വിഷ്ണുജിന്നൂരികള് കോമരത്തിന് കോഴിയും കള്ളുമൊക്കെ കൊടുത്ത് ബലിയർക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. KNMകാര് അതുപോലെ ഏതെങ്കിലും ഒരു കണിയാൻ്റെ അടുത്ത് പോയി ഏതെങ്കിലും ഒരു ദേവീദേവന്മാരെ സമീപിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനം ഉണ്ടാക്കിയ ടൈം വളരെ ക്ലിയർ തന്നെയാണോ, എന്തെങ്കിലും പൂജാക്രിയകൾ നടത്തേണ്ടതുണ്ടോ എന്നൊന്ന് പരിശോധിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുകൂടി KNMകാരെ ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ PMA സലാമിന്റെ കാര്യം തന്നെയാണ്. PMA സലാമിനെ തള്ളിപ്പറയാൻ ആസ്പദമായ PMA സലാമിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു തെരീക്കത്തിന്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര ഈ മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ അതിന്റെ ആവശ്യം? നേരിട്ട് പടത്തോട് പറഞ്ഞാൽ പോലെ ഞാനതില്ല. അപ്പൊ അതുകൊണ്ട് നാസർ മലയാളത്തിൽ പറഞ്ഞു ഇടയാളന്മാർ വേണ്ട. ഇതാണ് PMA സലാം പറഞ്ഞത്. ഇത് പറഞ്ഞ ഉടനെ PMA സലാം ആൺകുട്ടിയാണ്, PMA സലാം പുലിക്കുട്ടിയാണ്, PMA സലാം നരിക്കുട്ടിയാണ്. വഹാബികളുടെ പള്ളി കുർബാനയിൽ വെച്ച് വരെ വാഴ്ത്തപ്പെട്ടവനായി. പള്ളി കുർബാന എന്ന് ഞാൻ പറയാൻ കാരണം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നല്ലാതെ ആരാധന അള്ളാഹുവിനോട് മാത്രമെന്ന് ഇന്ന് വരെ വഹാബികൾ പറഞ്ഞിട്ടില്ല. അതിന് കാരണം ജുമാ ഖുതുബ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്. ആ ആരാധന ജനങ്ങൾക്ക് വേണ്ടിയാണ് വഹാബികൾ നിർവഹിച്ചു പോരുന്നത്. വെള്ളിയാഴ്ച ഖുതുബ എന്ന ആരാധന വഹാബികള് മലയാളം അറിയാത്തത് കൊണ്ട് അള്ളാഹുവിനല്ല അവർ നടത്തുന്നത്, ജനങ്ങൾക്കാണ് ആ ആരാധന നടത്തുന്നത്. അതാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്, ജനങ്ങൾക്കുള്ള ആരാധനയായതുകൊണ്ടാണ് അത് മലയാളത്തിലാക്കിയത്. അള്ളാഹ്ക്ക് മലയാളം അറിയില്ല, അറബി മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ നിസ്കാരം എന്ന ആരാധന അള്ളാഹ്ക്ക് ചെയ്യുന്നത് കൊണ്ട് അറബിയിലാക്കിയതെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്. അതുകൊണ്ടാണ് ആരാധന അള്ളാഹുവിന് മാത്രമെന്ന വാദം അവർ പിൻവലിച്ചുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന പിശാചിന്റെ വാദം പേറിയത്. അതുകൊണ്ടാണ് ഞാൻ വെള്ളിയാഴ്ച കുർബാന, പള്ളി കുർബാന എന്ന് വഹാബികളുടെ ആ പരിപാടിയെ വിശേഷിപ്പിച്ചത്. അതിൽ പോലും വാഴ്ത്തപ്പെട്ടവനായ PMA സലാം സുന്നികളെ അവഹേളിച്ചു, ഇസ്ലാമിനെ അവഹേളിച്ചു. അതേത് രാഷ്ട്രീയക്കാരനായാലും ഏത് സ്ഥാനത്തിരിക്കുന്നവനായാലും സുന്നികളെ അവഹേളിക്കാൻ സുന്നികൾ സമ്മതിക്കുകയില്ല, ഇസ്ലാമിനെ അവഹേളിക്കാൻ മുസ്ലിമീങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് സുന്നികൾ രംഗത്തിറങ്ങുകയുണ്ടായി. അതോടുകൂടി വഹാബികൾക്ക് ഹാലിളക്കം തുടങ്ങി. വാട്സപ്പിലാവട്ടെ, യൂട്യൂബിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, എവിടെ നോക്കിയാലും അല്ലാഹ് പോരെ, ഇടയാളന്മാർ എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ട് വഹാബികൾ തപ്പിത്തടയാൻ തുടങ്ങി. സർവ വഹാബികളും ഏറ്റുപിടിച്ചുകൊണ്ട് സംവാദത്തിന് വേണ്ടി സുന്നികളെ വെല്ലുവിളിക്കാൻ തുടങ്ങി. പേരോട് ഉസ്താദ് PMA സലാമിന് കൊടുത്ത മറുപടി തലക്കെടുത്തൂരിൽ വെച്ചുകൊണ്ട് വഹാബികൾ പേരോട് ഉസ്താദ് പറഞ്ഞത് തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല, മറിച്ച് നമുക്ക് തമാശ പറയാൻ വേറെ പലതും ഉണ്ട്, ഉദാഹരണം പറയാൻ പലതുമുണ്ട്. പക്ഷേ മശായിഖന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഇമാമിങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ലായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഇൽമു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറിയെത്തിയിട്ടുണ്ടാകാം, പക്ഷെ അയാൾ ഇൽമു പഠിച്ചിട്ടില്ല. അദ്ദേഹത്തോട് നമുക്ക് വിരോധമൊന്നുമില്ല, സഹതാപുണ്ട്. ഇൽമു പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട്. പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ്? നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിൻ്റെ ആളാ, ഇടയാളന്മാർ വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത്. അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആയത്തറിയാമോ? ഹദീസ് അറിയാമോ?
ഞാൻ പറയട്ടെ, 20ഓളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം. സുന്നികൾ ആർജവത്തോടുകൂടി വഹാബികളുടെ വെല്ലുവിളി ഏറ്റെടുത്തു, സംവാദത്തിന് തയ്യാറായി. വെല്ലുവിളിച്ച മർക്കസ് ദാവക്കാരെയും വിഷ്ടഞ്ചിന്നൂരികളെയും ആ വഴിക്ക് കണ്ടിട്ടില്ലെങ്കിലും കേരളമുകാർ ഇത്തിരി ധൈര്യം സംഭരിച്ചുകൊണ്ട് വ്യവസ്ഥയ്ക്ക് വേണ്ടിയിരുന്നു. വ്യവസ്ഥയ്ക്ക് വേണ്ടി പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരുന്നപ്പോഴാണ് വഹാബികൾക്ക് മുട്ടുപരക്കാൻ തുടങ്ങിയത്. പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കുമ്പോൾ വ്യവസ്ഥയിൽ പങ്കെടുത്ത ഓരോ കേരളമുകാരനും മുഖത്തുള്ള ചോര വറ്റിപ്പോകുന്നതാണ് നാം കണ്ടത്. അത് നമുക്ക് വ്യവസ്ഥയുടെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. കേരളമിന്റെ വാദം കേട്ടപ്പോൾ സുന്നി പണ്ഡിതന്മാർ ഒരക്ഷരം മിണ്ടിയില്ല, സുന്നി വാദം വായിച്ചു കേൾപ്പിച്ചു. വഹാബികളുടെ വാദത്തിൽ ഒന്നും മിണ്ടാതിരിക്കുകയും സുന്നി വാദം വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ വഹാബികളാകെ പെട്ടു. അവിടെ ഒരു തർക്കവും ഉന്നയിക്കേണ്ടാത്ത സ്ഥലമായിട്ട് പോലും വഹാബികൾ പല തർക്കങ്ങളും പറഞ്ഞു നോക്കി. അവർക്ക് ഈ സംവാദം ഇല്ലാതെയാക്കണം എന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ പണ്ഡിതന്മാര് ഈ സംവാദം നടത്തിയ അടങ്ങൂ എന്ന് നിശ്ചയിച്ചുകൊണ്ട് വന്നവരായതുകൊണ്ട് തന്നെ അവർ വഹാബികളുടെ കുതന്ത്രത്തിൽ വീണില്ല എന്ന് മാത്രമല്ല, വഹാബികൾ ആകെ പെടാപ്പാട് പെടുകയാണ്. അവസാനം PMA സലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന KNMകാർ PMA സലാമിനെ തള്ളിപ്പറയുന്നതാണ് നമുക്ക് ആ വ്യവസ്ഥയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അല്ലാഹു പോരെ, എന്തിനാണ് ഒരു ഇടയാളന്മാർ എന്ന് ചോദിച്ച് സാധാരണക്കാരായ ആളുകളെ വഞ്ചിച്ച വഹാബി മൗലവിമാർക്ക്, KNMകാർക്ക് പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇടയാളന്മാർ ആവശ്യമില്ല, PMA സലാം പറഞ്ഞതാണ് ശരി, അല്ല പോരെ എന്ന് ചോദിക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, PMA സലാമിനെ തള്ളിപ്പറയുന്ന രസകരമായ ആ വ്യവസ്ഥയിലെ വോയിസ് നമുക്ക് കേൾക്കാം. എനിക്ക് പറയാമല്ലോ അല്ലേ, അത് ക്ലിയർ. എന്നിട്ട് നിങ്ങൾ സംശയം പറഞ്ഞോളി. അതായത് നമ്മുടെ PMA സലാം സാഹിബിന്റെ സംസാരവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ചർച്ച തുടങ്ങുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ഒരു വാക്ക്, ഒരു ത്വരീഖത്തിന്റെ ഇമാമാരെയും നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും. എന്തിനാ ഇത്ര മുരീദന്മാരായി നടക്കുന്നത്? എന്തിനാ ഇതിന്റെ ആവശ്യം? നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, ഞാൻ അതിൻ്റെ ആളാണ്. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നീട് നിങ്ങൾ ലീഗ് നേതൃത്വത്തിന് കൊടുത്ത കത്തിൽ നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം സുന്നി വിശ്വാസധാരയെ ഇകഴ്ത്തുന്നതും പരിഹസിക്കുന്നതും സുന്നി വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതുമാണ്. ഇതാണല്ലോ നമ്മളെ ചർച്ചയുടെ പശ്ചാത്തലം. കേട്ടില്ലേ സഹോദരങ്ങളെ, PMA സലാമിന്റെ സംസാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംവാദം നടക്കുന്നത്. അതിനുവേണ്ടിയാണ് വ്യവസ്ഥയിലിരിക്കുന്നത്. ഇനി ഒന്ന് നിങ്ങൾ കേട്ടു നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കൊരു ഡൗട്ട് വരാൻ സാറിനോ. അതിനുശേഷം ഈ വിഷയത്തില് ഈ സംവാദം എന്ന് പറയുമ്പോൾ തവസ്സുല് ഇപ്പൊ ജായിസായ വിഷയത്തിൽ അവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് അത് ബിദഅത്ത് ഹക്ക് ജാഹു കൊണ്ടുള്ള തേട്ടത്തെ കുറിച്ച് അല്ല. നമ്മൾ ഇതിൽ പറഞ്ഞ നമ്മുടെ വാദത്തിൽ കൃത്യമായി പറഞ്ഞ എന്ന് പറഞ്ഞാൽ മുജാഹിദ് വാദപ്രകാരം നിങ്ങൾക്ക് അറിയല്ലോ, ശിർക്കാവുന്ന വിശ്വാസപരമായി ശിർക്ക് സംഭവിക്കുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങളാൽ പഠിപ്പിച്ച തവസ്സുലാണ് ഞങ്ങൾ ഈ വാദം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇടയാളന്മാരെ ആവശ്യമില്ല, പഠിച്ചവനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ, ഞാൻ അതിന്റെ ആളാണ് എന്ന് PMA സലാം പറഞ്ഞത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ലാരിറ്റി കുറവൊന്നും നിൽക്കില്ലല്ലോ ഞങ്ങൾ പറഞ്ഞില്ലേ. അതൊക്കെ നമ്മൾ സംവാദത്തിൽ തീരുമാനിക്കേണ്ടത്. നിങ്ങളെ വാദങ്ങൾ എഴുതി കഴിഞ്ഞു, ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതെ, സംസാരിച്ചതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താനാണ്. നിങ്ങളെ വാദങ്ങൾ എഴുതി, നമ്മുടെ വാദം നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ തവസ്സുൽ എന്ന വിഷയം വരുമ്പോൾ അതിൻ്റെ വിശാലമായ അർത്ഥം ഉണ്ടല്ലോ, അതിന് പല മേഖലകളുണ്ടല്ലോ. സുന്നത്തായ തവസ്സുലുണ്ട്, നിർബന്ധമായ തവസ്സുലുണ്ട്, ഷിർക്കാണെന്ന് പറയുന്ന തവസ്സുലുണ്ട്, മുജാഹിദ് പക്ഷം ഷിർക്കാണെന്ന് പറയുന്ന തവസ്സുലുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാദം പറഞ്ഞത്. അതിന്റെ തലേ ദിവസം വരെ പറഞ്ഞെന്താണ്, അല്ല പോരെ, എന്തിനാണ് ഒരു ഇടയാളൻ, എന്തിനാണ് ഒരു തവസ്സുല്, PMA സലാം ആൺകുട്ടിയാണ്, പുലിക്കുട്ടിയാണ് എന്ന് പറഞ്ഞ വഹാബികളാണ് പണ്ഡിതന്മാരുടെ മുമ്പിൽ എത്തിയപ്പോൾ തവസ്സുൽ, അതായത് മധ്യവർത്തി, ഇടയാളൻ ജായിസാകുന്ന സന്ദർഭമുണ്ട്, സുന്നത്താകുന്ന സന്ദർഭമുണ്ട്, നിർബന്ധമാകുന്ന സന്ദർഭമുണ്ട്, ഹറാമാകുന്ന സന്ദർഭമുണ്ട്, ഷിർക്കാവുന്ന സന്ദർഭമുണ്ട്. അതിൽ ഷിർക്ക് വരുന്നതിനെ മാത്രമേ
ഞങ്ങൾ എതിർക്കുന്നുള്ളൂ. നിർബന്ധമായതിനെ ഞങ്ങളും നിങ്ങളും അംഗീകരിക്കുന്നു. സുന്നത്തായതിനെ ഞങ്ങളും നിങ്ങളും അംഗീകരിക്കുന്നു. ജായിസായതിനെ ഞങ്ങളും നിങ്ങളും അംഗീകരിക്കുന്നു എന്നാണ് KNM-കാര് പണ്ഡിതന്മാരുടെ മുമ്പിലെത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ളത്. PMA സലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നവർ PMA സലാമിനെ തള്ളിപ്പറയുന്ന അതിദയനീയമായ കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഓരോ വിഷയത്തിലും ഈ വഹാബികളെ നമ്മുടെ പണ്ഡിതന്മാരുടെ മുമ്പിൽ കിട്ടിയാൽ അവർ യാഥാർത്ഥ്യം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖബർ കെട്ടിപ്പൊക്കൽ ശിർക്കാണെന്ന് പറഞ്ഞവർ അത് മാറ്റി പറഞ്ഞു. തവസ്സുൽ ശിർക്കാണെന്ന് പറഞ്ഞവർ, ഇടയാളന്മാരെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നവർ തവസ്സുൽ ജായിസായതുണ്ട്, ഹറാമായതുണ്ട്, സുന്നത്തായതുണ്ട്, നിർബന്ധമായത് വരെ ഉണ്ട് എന്ന് പറയേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഓരോ വിഷയത്തിലും ഇങ്ങനെ ഒരു സംവാദം നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വഹാബി നേതാക്കന്മാർ നേരെയായില്ലെങ്കിലും അനുയായികൾ നേരെയാവാൻ സാധ്യതയുണ്ട്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.